കുക്കിംഗ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടൊരു വടയാണ്. അപ്പോൾ റവ കൊണ്ട് എങ്ങനെയാണ് വട ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ മല്ലിയിലയാണ് ആദ്യം കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനാവശ്യമായ മല്ലിയില ഞാൻ ചെറുതായിട്ട് കുനുനാന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 3 പച്ചമുളക് നമുക്ക് റൗണ്ടായിട്ട് ചെറിയ കനം കുറച്ച് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് അടുത്തതായി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നമുക്ക് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ചെറിയുള്ളി എടുക്കുമ്പോൾ നമ്മൾ ഒരു 4-5 എണ്ണം എടുത്താൽ മതി. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി, അത് കൂടുതൽ എടുക്കണ്ട. അപ്പോൾ നമുക്ക് ചെറിയുള്ളി അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായത് ഇഞ്ചിയാണ്. അതും ഒരു ചെറിയ കഷ്ണം ഒരു ഇഞ്ചി മതി. അത് നമുക്ക് ചെറുതായിട്ട് കുനുകുനായി അരിഞ്ഞ് മാറ്റി വെക്കാം. ഇഞ്ചി ഓപ്ഷണലാണ്, ചിലവർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റവ ഇട്ടതിന് ശേഷം റവ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിച്ചിരി ഒരു കളർ മാറുമ്പോഴത്തേക്കിനും നമുക്കതിനകത്തേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം എല്ലാവരും ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റവയ്ക്ക് അനുസരിച്ച് ഒരു തിക്നെസ് കിട്ടാൻ പറ്റുന്ന അനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളമായി പോയി കുഴഞ്ഞു പോയാൽ നമുക്ക് വടയ്ക്ക് വേണ്ടി സെറ്റായിട്ട് വരില്ല. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് പൊടിച്ചു വെച്ചിരിക്കുന്ന പത്തൽമുളകാണ് നമുക്കിനി ഇട്ട് കൊടുക്കേണ്ടത്. ഇതും ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എരിവൊന്നും ഇഷ്ടമില്ലാത്തവർ ഇത് ഇട്ട് കൊടുക്കണ്ട. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലൊരു തിക്നെസ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റണം, അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടി ചേർത്ത് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടി ചേർത്ത് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ അളവിന് എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാ എണ്ണയൊക്കെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, ആ ഒരു പരുവത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൽ നമുക്കൊരു ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഉഴുന്നുവടയുടെ ഷേപ്പിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നമ്മുടെ കയ്യിൽ തേക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ വടയുടെ ഷേപ്പിനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ വട മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് വട ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത് ആ ഉപ്പാടെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. അതിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. നമ്മുടെ വട ഇവിടെ മൊരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ റവ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.